നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ 10th പ്രിലിംസ് എക്സാം, LDC, LGS, അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, വില്ലേജ് ഫീൽഡ് തസ്തിക, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാ കേരള PSC പരീക്ഷകൾക്കും ജനറൽ സയൻസ് ഭാഗത്ത് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് എന്നുള്ള 10 മാർക്ക്, ബയോളജി അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് ഭാഗത്തുള്ള 10 മാർക്കാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ സിലബസ് പ്രകാരമുള്ള മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതുപോലെ ജീവകം, രോഗങ്ങൾ, അതേപോലെ അങ്ങനെയുള്ള 7 കണ്ടൻറ്റുകളുണ്ട്. പരിസ്ഥിതി, വനം, ഭക്ഷ്യകാർഷിക വിളകൾ തുടങ്ങിയ എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ഏകദേശം ഒരു 5-6 PYQ സെഷൻസ് എടുത്താണ്, PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 202/23 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധമായി വരുന്ന എല്ലാ ഭാഗങ്ങളും വിശദമായി പറഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒരിക്കൽ കൂടി LDC, LGS, PSC എക്സാം എഴുതുന്ന എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ഹീമോഗ്ലോബിൻ, കോശദ്രവ്യം, റൈബോസോം, പ്ലാസ്മ. ഉത്തരം പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. രക്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രക്തകോശങ്ങളും അതുപോലെ പ്ലാസ്മയും, അല്ലേ? രക്തകോശങ്ങളും പ്ലാസ്മയും അടങ്ങിയതാണ് രക്തമെന്ന് പറയുക, അല്ലേ? രക്തകോശങ്ങൾ എന്നുള്ള കട്ടിയുള്ള ഭാഗവുമുണ്ട്, പ്ലാസ്മ എന്ന് പറയുന്ന ദ്രാവക ഭാഗവും അതിന് അടങ്ങിയിട്ടുണ്ട്. ഈ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണെന്ത് രക്തം എന്ന് പറയുക. ഇത് ഒരു PYQ തന്നെയാണ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണെന്ന് രക്തം. രക്തം ഏതുതരം കലകളെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണെന്ത് രക്തം എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തമെന്ന് പറയുക. ഇനിയും നമ്മുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം ഉണ്ടായിരിക്കണം. അപ്പോൾ മനുഷ്യരുടെ രക്തത്തിൻ്റെ അളവ് എത്രയായിരിക്കണം? 5 to 6 ലിറ്റർ ആയിരിക്കണം. ഇനി എവിടെയാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുക? അസ്ഥിമജ്ജയിലാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുക. നമ്മുടെ ശരീരത്തിൽ രക്തകോശങ്ങൾ അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇനിയും രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണെന്ത്? ശുദ്ധീകരിക്കുന്ന അവയവമാണ് ആര്? ശ്വാസകോശം. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും, അല്ലേ, അതിൽ കൂടി കലർന്നാണ് പോവുക, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടല്ലേ. അപ്പോൾ ഇത് ശ്വാസകോശത്തിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക? ഓക്സിജനെ ഇടുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പോൾ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ആരാണ്? ശ്വാസകോശമാണ്. ഓക്കെ, ശ്വാസകോശമാണ്. ഇനി എന്നാൽ മനുഷ്യശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്നു. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ആരാണ്? വൃക്കയാണ്. കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയും, ഇല്ലേ? ഒരു ജോഡി കിഡ്നികൾ നമുക്കുണ്ടല്ലേ, ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? രക്തവും അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള വേസ്റ്റും അടങ്ങിയ, ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റും അടങ്ങിയതാണ് വരിക. അതുകൊണ്ട് വൃക്ക എന്ത് ചെയ്യുന്നു? അതിനെ അരിച്ചു മാറ്റിയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്? മനുഷ്യശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവമാണ് ഒരു വൃക്ക അല്ലെങ്കിൽ കിഡ്നി എന്ന് പറയുക. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവമാണ് ആര്? വൃക്ക അല്ലെങ്കിൽ കിഡ്നി എന്ന് പറയുക. എന്നാൽ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശരിക്കും ആരാണ്? നമ്മുടെ ശ്വാസകോശമാണ്. അരിച്ചു മാറ്റിയെടുക്കുന്ന ആരാണ്? ശരിക്കും നമ്മുടെ വൃക്കയാണ്. ഓക്കെ, ഇനിയും രക്തകോശങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അരുണ രക്താണുക്കൾ. മറ്റൊരു പേരെന്താണ് അതിൻ്റെ? ചുവന്ന രക്താണുക്കൾ എന്ന് പറയാം. മറ്റൊന്നെന്ത് പറയാം? RBC എന്ന് പറയാം, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ് അറിയാമല്ലോ. പിന്നെന്താ മറ്റൊരു പേരെന്താ അതിൻ്റെ? എറിത്രോസൈറ്റ് എന്ന് പറയാറുണ്ട്. എറിത്രോസൈറ്റ്, ചുവന്ന രക്താണുക്കൾ, എറിത്രോസൈറ്റ് എന്നും പറയുന്നു. അപ്പോൾ അരുരക്താണുക്കളുണ്ട്. അടുത്ത ആരാണ്? ശ്വേതരക്താണുക്കളുണ്ട്. എൻ്റെ മറ്റൊരു പേര് WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ലൂക്കോസൈറ്റ് എന്നും പറയാറുണ്ട്. ലൂക്കോസൈറ്റ് എന്നും പറയാറുണ്ട്. ഇനി പ്ലേറ്റ്ലെറ്റുകൾ. എൻ്റെ മറ്റൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ് ആണ്. ത്രോംബോസൈറ്റ്. അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ,
പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ്. 3 ഉണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ കൂടെ ബാക്കി ഭാഗം എന്താണ്? അതിൻ്റെ വെള്ളൊരു ദ്രാവക ഭാഗമുണ്ട്, അത് പ്ലാസ്മയാണ്. നമുക്ക് പുറകെ പഠിക്കാം. അപ്പോൾ രക്തകോശങ്ങൾ അണുരക്താണുക്കളുണ്ട്, ശ്വേതരക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അണുരക്താണുക്കൾ, ചുവന്നരക്താണുക്കൾ കാണപ്പെടുന്ന അല്ലെ അതിന് ആ കളർ കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം അല്ലെ വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയാം. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? അണുരക്താണുക്കളാണ്, ചുവന്ന രക്താണുക്കളാണ്. അപ്പോൾ RBCയിലാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയപ്പെടുന്ന ആ വർണ്ണകം കാണപ്പെടുക. അല്ല, ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അനീമിയ ഉണ്ടാകുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത എന്താണ്? ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണെന്ത്? ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ആര്? ഹീമോഗ്ലോബിൻ എന്ന് പറയാം. നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അതുപോലെ ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. അങ്ങനെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവുണ്ട്. അവരാരാണ്? ധാതു എന്ന് പറയുമ്പോൾ അത് ഇരുമ്പാണ്. ധാതു ആരാണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവാണെന്ത്? ഇരുമ്പ്. ഈ ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ നമ്മളിൽ കുറയുമ്പോൾ അല്ലേ, ഹീമോഗ്ലോബിൻ കുറയുന്നു, അപ്പോൾ ബ്ലഡ് കുറയുന്നു, അപ്പോൾ നമ്മൾ അനീമിയ എന്ന അസുഖത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒന്നുകൂടി, ഇരുമ്പെന്ന ധാതുവിൻ്റെ അഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അല്ലെ, ഇരുമ്പ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നില്ല. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ബ്ലഡിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ അസുഖമാണെന്ത്? അനീമിയ എന്ന് പറയുക. അപ്പോൾ ഇത് മൂന്നും കണക്റ്റാണ്. ഏത്? ബ്ലഡ് കുറയുന്നു, ഹീമോഗ്ലോബിൻ കുറയുന്നു, ഇരുമ്പെന്ന ധാതു കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഹീമോഗ്ലോബിനാണ് എന്ത് ചെയ്യുക? നമ്മുടെ ബ്ലഡ് വഴി അല്ലേ, ബ്ലഡ് വഴി ആര് കടന്നു പോകുന്നുണ്ട്? ഓക്സിജൻ കടന്നു പോകുന്നില്ലേ? ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുക? ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി, ഹീമോഗ്ലോബിനും അതുപോലെ ആരും കൂടി ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നുണ്ട്. ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നില്ലേ? നമ്മുടെ രക്തത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രക്തത്തിലുള്ള എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും അല്ലേ? ഇവരെങ്ങോട്ട് പോവുക? രക്തം വഴി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ അതിനാരൊക്കെ വേണം? ഇവിടെ ഇരുമ്പും ആവശ്യമുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിന് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലേ? അപ്പോൾ 2 മെയിൻ പോയിന്റ് പറഞ്ഞു. ഹീമോഗ്ലോബിനെ എന്തായിരുന്നു? രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. മറ്റൊന്നെന്താണ്? ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകവും ആര് തന്നെയാണ്? ഹീമോഗ്ലോബിൻ. അപ്പോൾ നമുക്ക് ഓക്സിജൻ, എല്ലാ കോശങ്ങളിലും ഓക്സിജൻ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഇല്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കൊണ്ടുപോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ വേണം. അതിൻ്റെ നമ്പർ 12/15 എന്തൊക്കെ നമ്പർ ഇല്ല, മിനിമം നമ്പർ. അപ്പോൾ ആ നമ്പറും അത്രയും എണ്ണം ഉണ്ടായിരിക്കുകയും വേണം. അത് കുറഞ്ഞാലും ഓക്സിജനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഇല്ലാതെയായിപ്പോൾ. അപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു അല്ലേ? എന്നിട്ടാണ് എന്ത് ചെയ്യുക? രക്തം വഴി കടന്നുപോയി ഓരോ കോശങ്ങളിലും കൊണ്ട് ഓക്സിജനെ തിരികെ കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ പോരുക ചെയ്യുക. ഓക്കെ, അപ്പം ഈ പ്രവൃത്തി ആര് ചെയ്യണം? ഹീമോഗ്ലോബിൻ വേണം. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ നമ്പർ 12/15 mg എന്നാണ്. ഈ ഒരു നമ്പർ കുറയുമ്പോഴാണ് നമ്മളെന്ത് പറയുക? 12/15 mg ഉണ്ടായിരിക്കണം നമ്പർ അല്ലേ? ആ ഒരു നമ്പർ കുറയുമ്പോൾ, അത്രയും മില്ലിഗ്രാം അല്ലെങ്കിൽ അത് കുറയുമ്പോൾ എന്താണ്? നമ്മൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞു എന്ന് പറയും. അങ്ങനെ കുറയുമ്പോൾ ഓക്സിജനെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടത്തുമില്ല. അപ്പോഴവിടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതാണ് എന്ത്? അനീമിയ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്? 3 കോശങ്ങൾ, രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അണുരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. 3 കിട്ടിയല്ലോ. ഇനി എന്താ? അതിൽ ചുവന്നരക്തത്തിൽ കാണപ്പെടുന്ന ആ ഒരു വർണ്ണകമാണെന്നല്ലേ, പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നു. അതിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവുണ്ട്. അതിലടങ്ങിയ ധാതുവിൻ്റെ പേര് ഇരുമ്പെന്നുമാണ്. ഓക്കെ, ഇനി എന്താണ് പ്ലാസ്മ എന്ന് നോക്കാം. എന്താണ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്ലാസ്മ?
രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണെന്ത് പ്ലാസ്മ എന്നറിയപ്പെടുന്നത്. ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അതിന് ഇളം മഞ്ഞ നിറമാണുള്ളത്. ഇളം മഞ്ഞ നിറമാണ് ഉള്ളത്. ഇനി നമ്മുടെ ബ്ലഡിൽ എത്രമാത്രമുണ്ട് പ്ലാസ്മയുടെ അളവ്? എത്രമാത്രമുണ്ട്? 55% ആണ് ഉള്ളത് അല്ലേ. ബാക്കി 45 രക്തകോശങ്ങളാണ് ഉള്ളത്. ബ്ലഡ് ആകെ എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് 55% എന്തുള്ളൂ? നമ്മുടെ പ്ലാസ്മയുള്ളൂ. ബാക്കി ഭാഗം ഈ 3 പേരിലെ രക്തകോശങ്ങൾ അടക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്കുള്ളത്. 55% നമ്മുടെ രക്തത്തിൽ പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയായിരിക്കും? പ്ലാസ്മ ദ്രാവക ഭാഗമാണല്ലോ. ഈ പ്ലാസ്മ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണെന്നറിയാവോ? 92% വരും. 90 മുതൽ 92% വരുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം പ്ലാസ്മ രക്തത്തിൽ എത്ര ഭാഗമുണ്ട്? 55 അല്ലേ. ബാക്കി 45 എത്രയായിരിക്കണം? രക്തകോശങ്ങളാണ്. ഇനി പ്ലാസ്മ മാത്രം എടുത്താൽ അതിലെത്രയുണ്ട്? വെള്ളം എത്രയുണ്ട്? ജലം എത്രയുണ്ട്? അവിടെ 92% ഉള്ളത്. മനസ്സിലായല്ലോ. 55 എന്ന് പറയുമ്പോൾ എന്താണത്? രക്തത്തിൽ എത്ര പ്ലാസ്മയുണ്ട്? അത് 55 ആയിരിക്കും ഉള്ളത്. ഇനി പ്ലാസ്മ മാത്രം എടുത്താൽ അതിൽ വെള്ളം എത്രയുണ്ട്? എത്ര ഉണ്ടത്? 92% ഉള്ളത്. ഓക്കെ. ഇനി ഇതിലുള്ള 3 പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. 3 പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ അതൊക്കെയാണ്. ഒന്ന് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, അതുപോലെ ആൽബുമിൻ. ഇനി നമ്മുടെ രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം എവിടെയാണ്? പ്ലാസ്മയിലാണ്. നമ്മുടെ രക്തത്തിൽ ആൻറ്റിബോഡികൾ, അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗാണുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലേ, നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോൾ അവർക്ക് തിരെ പണി കൊടുക്കുന്ന ആരാണ്? ഈ ആൻറ്റിബോഡികളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലാസ്മയിലാണ് എന്തുള്ളത്? ഈ ആൻറ്റിബോഡികൾ കാണപ്പെടുക. പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ കാണപ്പെടുക. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം എവിടെയാണ്? പ്ലാസ്മയാണ്. രക്തത്തിലെ ആൻറ്റിബോഡികൾ അല്ലേ, അതായത് നമുക്ക് ഏതെങ്കിലും രോഗാണുക്കൾ വരുമ്പോൾ അവരെ ആക്രമിക്കുന്ന അല്ലെ അവരെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഈ ആൻറ്റിബോഡികളാണ്. ആൻറ്റിബോഡികൾ, ബോഡിയെ ആൻറ്റി അല്ലേ എന്ന് ഓർത്താൽ മതി. ആൻറ്റിബോഡികൾ, രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം എന്താണ്? പ്ലാസ്മയാണത് ചെയ്യപ്പെടുക. അപ്പോൾ അതിലുള്ള 3 പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട് പ്ലാസ്മയിൽ. പ്ലാസ്മ പറഞ്ഞു, നിറം പറഞ്ഞു, എത്ര പെർസെൻറ്റേജ് പറഞ്ഞു അല്ലേ, അല്ല ആൻറ്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ആൻറ്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ്? 3 പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. പ്ലാസ്മ മാംസ്യങ്ങൾ പ്രോട്ടീനുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന് ഫൈബ്രിനോജൻ, മറ്റൊന്ന് ഗ്ലോബുലിൻ, മൂന്നാമത് എന്താണ്? ആൽബുമിൻ അല്ലേ. 3 ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ. ഇനി ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ്? ഗ്ലോബുലിൻ അതായത് ഈ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണെന്ത്? ഗ്ലോബുലിൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ഏതാണ്? ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണെന്ത്? ഗ്ലോബുലിൻ എന്ന് പറയും. ഇനി ആൽബുമിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ രക്തസമ്മർദ്ദം അല്ലെ, BP, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്? ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണെന്ത്? ഈ ആൽബുമിൻ എന്ന് പറയുക. ഫൈബ്രിനോജനെ അറിയാം. എന്താണ് ഫൈബ്രിൻ എന്ന് പറയുമ്പോൾ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവയാണ് ആര്? ഫൈബ്രിനോജനുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവരാണെന്ത്? ഫൈബ്രിനോജനുകൾ. ഓക്കെ അല്ലേ, എഴുതിയുണ്ടല്ലോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണെന്ത്? ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഓക്കെ, പ്ലാസ്മ കഴിഞ്ഞു. അടുത്തതാണ് ഇവിടെയുള്ള പഞ്ചസാര ഏതാണ് അല്ലേ? ഏതുതരം ഷുഗർ എന്താണ്? ഗ്ലൂക്കോസാണ്. സിമ്പിളായ ഗ്ലൂക്കോസാണ് അടങ്ങിയിരിക്കുക. ഓക്കെ. ഇനി ഒരു മെയിൻ പോയിന്റ് കൂടി എന്താണ്? പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുക? ഗ്ലൂക്കോസ് കടന്നു പോകുന്നത് വഴിയായിരിക്കണം അല്ലേ. നമ്മുടെ പ്ലാസ്മയിൽ 92% എന്തുണ്ടെന്ന് പറഞ്ഞു? ജലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുവഴിയാണ് എന്ത് പോവുക? ഈ ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുക. പ്ലാസ്മയിലെ അല്ലേ ജലമുണ്ടെന്ന് പറഞ്ഞു അല്ലേ, 92 ജലമുണ്ടെന്ന് പറഞ്ഞു. ആ ജലം വഴിയാണെന്ത്?
ഈ ഗ്ലൂക്കോസ് സംവഹിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ പോവുക, ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുക അല്ലേ. ഒരു കോശങ്ങൾ അടുത്ത കോശങ്ങളിലേക്ക് പോവാറുണ്ട്. അപ്പം എവിടെയാണോ കുറവ് അവിടെ അല്ലേ അവിടത്തേക്ക് ഉള്ള ഭാഗത്തുനിന്നും കുറവുള്ള ഭാഗത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്ലാസ്മയിലെ ജലം എന്ന ഘടകത്തിൽ എന്ത് പോകുന്നത്, ഈ ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുക. ഒന്നുകൂടി നോക്കാം ഇല്ലേ. ഒന്നുകൂടി നോക്കാം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. അതായത് പ്ലാസ്മ എന്താണ്, രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്, ഇളം മഞ്ഞ നിറമാണുള്ളത് ഇല്ലേ. മഞ്ഞ നിറമാണുള്ളത്. 55% പ്ലാസ്മ രക്തത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. 3 തരം പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടും പ്ലാസ്മയിൽ അല്ലേ. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ എന്ന് പറയുന്നു. ഇനി ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ്, ആൻറ്റിബോഡി നിർമ്മിക്കപ്പെടുന്നത് അവിടെയാണ്. ഇനി ആൽബുമിൻ എന്താണ്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ആര്, ആൽബുമിൻ. ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോൾ എന്താണ്, രക്തം കട്ടപിടിക്കുന്ന സഹായിക്കുന്നവരാണ്. അതുപോലെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്, ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് പ്ലാസ്മയിലുള്ള ജലത്തിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഉത്തരം നമുക്കറിയാം, വിറ്റാമിൻ സി ആണ്. സ്കർവി ഏതാണ്, അതായത് വിറ്റാമിൻ സിയുടെ അഭാവത്തുണ്ടാകുന്ന അസുഖമാണെന്ത്, സ്കർവി എന്ന് പറയാം. ചോദ്യം ഒന്നുകൂടി, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ്. അപ്പോൾ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നോക്കാം അല്ലേ. വിറ്റമിൻ എയുടെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖം എന്തായിരിക്കണം? വിറ്റമിൻ എയുടെ കുറവുകൊണ്ട് എന്താണ്, നിശാന്തത അല്ലേ. നിശാന്തത അല്ല, മറ്റൊന്നെന്താണ്, സിറോഫ്താൽമ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിശാന്തത. വിറ്റമിൻ എയുടെ കുറവുകൊണ്ട് അസുഖം എന്താണ്, നിശാന്തതയാണ്. അടുത്തത് വിറ്റമിൻ ബിയുടെ കുറവുകൊണ്ടുള്ള അസുഖം എന്താണ്? B1 ആണെങ്കിൽ നമുക്കെന്ത് പറയാം, ബെറിബറി എന്ന് പറയും. B1 ആണെങ്കിൽ ബെറിബറി, B1 ബെറിബറി അല്ലേ. എന്നാൽ B2 ആണെങ്കിലും അല്ലേ, B3 ഉണ്ട്. B3 എന്ന് പറയുമ്പോൾ എന്താണ്, B3 എന്ന് പറയുമ്പോൾ ഏതായിരിക്കണം അസുഖം വരിക? എപ്പോഴും ചോദിക്കുന്നതാണ് B3. ഏതാണത്? പെല്ലാഗ്രം. B3 എന്താണ്? പെല്ലാഗ്രം. B3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമുക്ക് എന്ത് പറയാം, നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. B3 ഏതാണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അതിൻ്റെ കുറവുകളുണ്ടെന്ന അസുഖം ഏതാണ്? പെല്ലാഗ്രം. അത് പഠിക്കാൻ പാടുള്ള കാര്യം അല്ലേ. B3 എന്ന് പറയുമ്പോൾ അസുഖം ഏതാ വരിക? പെല്ലാഗ്രം. നിയാസിൻ്റെ കുറവ് മൂലം, നിക്കോട്ടിനിക് ആസിഡിൻ്റെ കുറവ് മൂലം B3യുടെ കുറവുണ്ട് അസുഖം എന്താണ്? പെല്ലാഗ്രയാണ്. പെല്ലാഗ്രം. ഓക്കെ. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ ഉണ്ടാകുന്നു. വിറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സിലാണുള്ളത് അല്ലേ. B1 മുതൽ B12 വരെയുണ്ട്. അത് B1 എന്ന് പറഞ്ഞാൽ തയാമിൻ അല്ലേ. അതിൻ്റെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? ബെറിബറിയാണ്. B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡിൻ്റെ കുറവുണ്ട് അസുഖം എന്താണ്? പെല്ലാഗ്രയാണ്. ഇനി എന്താ, വിറ്റമിൻ സിയുടെ കുറവുകൊണ്ട് സ്കർവി ഉണ്ടാകുന്നു. വിറ്റമിൻ ഡിയുടെ കുറവുണ്ട് അസുഖം എന്താണ്? വിറ്റമിൻ ഡിയുടെ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എന്തത്, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, അതാണ് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന അസുഖം. ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഓപ്ഷൻസ്: കരോട്ടിൻ, ക്ലോറോഫിൽ, ആന്തോസയാനിൻ, സാന്തോഫിൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആന്തോസയാനിൻ. ആന്തോസയാനിൻ. ഓക്കെ. അപ്പോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണം ഏതാണ്? ഹരിതകണം അല്ലേ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ ജൈവകണം ഏതാണ്? ഹരിതകണമാണ്. സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന ആരാണ്? ഹരിതകണം അല്ലേ. ക്ലോറോഫിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ ഹരിതകണം, ആ ഹരിതകണത്തിൻ്റെ പച്ച നിറത്തിൻ്റെ കാരണം ആരാണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഓക്കെ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണം ഏതാണ്? ഹരിതകണം എന്ന് പറയും അല്ലേ. ഇതിനെ എന്ത് വിളിക്കുക? കോശത്തിൻ്റെ അടുക്കളയെന്ന് വിളിക്കുന്ന എന്താണ്? ഹരിതകണത്തിനെയാണ് കോശത്തിൻ്റെ അടുക്കളയെന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇരട്ട സ്ഥലമുള്ള ഒരു കോശാംഗമാണെന്ത്? ഹരിതകണം എന്നൊക്കെ പറയുക. ഓക്കെ. അപ്പോൾ ഇനിയിവിടെ
ഈ ഹരിത കണത്തിന് പച്ചനിറം കൊടുക്കുന്ന ആ വസ്തു എന്താണ്? പച്ചനിറം ഹരിതകമാണ് അല്ലേ? അല്ലെ ക്ലോറോഫിൽ, നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ക്ലോറോഫിൽ. ഓപ്ഷൻ സി ക്ലോറോഫിൽ എന്നാണ് കിടക്കുക. ക്ലോറോഫിൽ അല്ലേ? ക്ലോറോഫിൽ എന്നാണ് പറയുക. ഇനി ഹരിതകത്തിൽ, ഓക്കെ, ഹരിതകം അല്ലെ ക്ലോറോഫിൽ, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹമുണ്ട്. അതിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യമാണ്. ഓക്കെ, ഹരിതകം എന്ന് പറയുമ്പോൾ ക്ലോറോഫിലാണ്. ആ പച്ചനിറമുള്ള വസ്തുവാണ് അല്ലേ? പച്ചനിറമുള്ള വർണ്ണവസ്തുവാണ് ഹരിതകം. ഓക്കെ, അതിലടങ്ങിയ ലോഹം എന്താണ്? മഗ്നീഷ്യം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, മഗ്നീഷ്യമാണ്. ഇനി വർണ്ണകങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക്. അതായത് ചുവപ്പ്, നീല എന്നീ കളറുകൾ നമ്മുടെ പൂക്കൾക്ക്, ഇലകൾക്ക് കൊടുക്കുന്ന ആ വർണ്ണവസ്തു എന്താണ്? ആന്തോസയാനാണ്. അതായത് പൂക്കൾക്കും ഇലകൾക്കുമൊക്കെ ചുവപ്പ്, നീല അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ നീല ഈ നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ആന്തോസയാൻ എന്ന് പറയുന്നത്. എന്നാൽ മഞ്ഞ നിറം അല്ലേ? മഞ്ഞ നിറം കൊടുക്കുന്ന ആരാണ്? മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിലാണ്. മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ. അതായത് നമ്മുടെ ഇലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്ക്, ഓക്കെ, അങ്ങനെയാണത്. ഇലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്കുമൊക്കെ, പഴങ്ങളില്ലേ, പഴങ്ങൾക്കുമൊക്കെ മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു എന്താണ്? സാന്തോഫിലാണ്. ഓർത്തല്ലോ? ഓക്കെ. ഇനി എന്നാൽ ഓറഞ്ച് നിറം നമ്മുടെ ക്യാരറ്റില്ലേ എന്ന് പറയുമ്പോൾ കരോട്ടിനാണ്. ഓറഞ്ച് നിറം അല്ല, ക്യാരറ്റിന് നിറം കൊടുക്കുന്ന ആരാണ്? കരോട്ടിനാണ്. അതായത് ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും ഓറഞ്ച് നിറം പ്രദാനം ചെയ്യുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? കരോട്ടിനാണ്. ഇനി കുങ്കുമത്തിലടങ്ങിയ വർണ്ണവസ്തു എന്താണ്? ബിക്സിൻ എന്ന് പറയും അല്ലേ? എപ്പോഴും റയറായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുങ്കുമത്തിലടങ്ങിയ വർണ്ണവസ്തു എന്താണ്? ബിക്സിൻ എന്ന് പറയും. ബിക്സിൻ. എന്നാൽ അതുപോലെ തന്നെ നീലഹരിത ആൽഗകളുണ്ട്. നീലഹരിത ആൽഗകൾ അവയ്ക്ക് ആ നിറം കൊടുക്കുന്നത് വർണ്ണവസ്തു ഏതാണ്? ഫൈക്കോസയാനാണ്. ഫൈക്കോസയാനിൻ. നീലഹരിത ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, അങ്ങനെയും ചോദിക്കാം. ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗകൾക്ക് ആ നിറം കൊടുക്കുന്ന ആരാണ്? ഫൈക്കോസയാൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. ബ്രൗൺ ആൽഗയ്ക്ക് എന്താണ്? ബ്രൗൺ ആൽഗ ഫ്യൂക്കോസാന്തിനാണ്. ഫ്യൂക്കോസാന്തിനാണ്. ചുവന്ന ആൽഗയ്ക്കോ? ഫൈക്കോ എറിത്രിനാണ്. ചുവന്ന ആൽഗെ ഫൈക്കോ എറിത്രിൻ, എറിത്രോസൈറ്റിനെ ഓർക്കാമല്ലോ. ഫൈക്കോ എറിത്രിൻ, ചുവന്ന ആൽഗ. ഓക്കെ, ആ ഒരു കണക്ഷൻ വെക്കണം. എറിത്രോസൈറ്റ് ചുവന്നതല്ലേ, അതുപോലെ ചുവന്ന ആൽഗ ഫൈക്കോ എറിത്രിൻ. ബ്രൗൺ ആൽഗയ്ക്ക് ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിൻ. നീലഹരിത ആൽഗകൾക്കോ? ഫൈക്കോസയാനിൻ. ഓക്കെ, അപ്പോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ചനിറമുള്ള ജൈവഗണമാണ് ഹരിതകണം എന്ന് പറയുക. ഹരിതകണത്തിൻ്റെ പച്ചനിറത്തിന് കാരണം എന്താണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണം അല്ലെങ്കിൽ ലോഹമേതാണ്? ലോഹം മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലകൾക്ക് അല്ലേ, ഇലകൾക്ക്, പൂക്കൾക്ക് എന്നിവയ്ക്ക് ചുവപ്പല്ല നീല നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ. അതുപോലെ ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കുമൊക്കെ മഞ്ഞ നിറം കൊടുക്കുന്നതാണ് എന്ത്? സാന്തോഫിൽ. അതേപോലെ തന്നെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ എന്താണ്? ഓറഞ്ച് നിറം കൊടുക്കുന്നതാണ് എന്ത്? കരോട്ടിൻ. നമ്മുടെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതാണ് കരോട്ടിനാണ്. കുങ്കുമത്തിലടങ്ങിയ എന്താണ്? ബിക്സിൻ എന്ന വർണ്ണവസ്തുവാണ്. നീലഹരിത ആൽഗ എന്ന് പറയും ഫൈക്കോസയാനിൻ അല്ലേ. ചുവന്ന ആൽഗ എന്താണ്? ഫൈക്കോ എറിത്രിൻ. ബ്രൗൺ ആൽഗ എന്താണ്? ഫ്യൂക്കോസാന്തിൻ എന്നിവയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ. ഉത്തരം എന്താണ്? ഹർഗോവിന്ദ് ഖൊരാനയാണ്. ഹർഗോവിന്ദ് ഖൊരാന. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഹർഗോവിന്ദ് ഖൊരാന. ഓക്കെ, അതായത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണെന്ത്? സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞാൽ. ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ
വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണെന്ത് സൂപ്പർ ബഗുകൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പോൾ ബർഗ് ആണ് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്ന് പറയുക. ആദ്യമായി വേർതിരിച്ച ജീൻ ഏതാണ്? ലാക് ജീൻ. ലാക്ക് ഇങ്ങനെ എഴുതുക, ലാക്ക് ജീനാണ്, ലാക്ക് ജീൻ. ആദ്യമായി വേർതിരിച്ച ജീൻ ഏതാണ്? ലാക്ക് ജീൻ. അതായത് ഈ കോളൈ എന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എസ്തെരീഷ്യ കോളൈ, ഈ കോളൈ എസ്തെരീഷ്യ കോളൈ എന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് ഈ ലാക്ക് ജീനിനെ വേർതിരിച്ചത്. ആദ്യമായി വേർതിരിച്ച ജീൻ ഏതാണ്? ലാക്ക് ജീനാണ്. അതോടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എസ്തെരീഷ്യ കോളൈ, ഈ കോളൈ ഷോർട്ട് ഫോം, എസ്തെരീഷ്യ കോളൈ അല്ലെങ്കിൽ ഈ കോളൈ എന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് അതിനെ വേർതിരിച്ച്. അപ്പോൾ അതിനെ വേർതിരിക്കാൻ വേണ്ടി പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ജനിതക എഞ്ചിനീയറിങ്ങിൽ നിന്നും ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളുണ്ട്. അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് അല്ലേ, എഞ്ചിനീയറിംഗ് ആണ് അവിടെ അല്ലേ, എഞ്ചിനീയറിംഗ് പരിപാടി നിർമ്മാണ പ്രവർത്തനവും അതൊക്കെയാണ് സംഭവം നോക്കുക. അപ്പോൾ ജീനിൻ്റെ എഞ്ചിനീയറിംഗ് ആണ്. ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് മുറിച്ചു മാറ്റാൻ, അത് ജനിതക കത്രിക എന്ന് പറയാം അല്ലേ, മുറിച്ചു മാറ്റുക. ആ എൻസൈം രാസാഗ്നി എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതായത് ജനിതക എഞ്ചിനീയറിങ്ങിൽ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം. ആ എൻസൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം, ആ എൻസൈം ഉപയോഗിക്കും എന്താണ് അത്രയും ജീനിനെ അവിടുന്ന് എടുത്തു മാറ്റാൻ കഴിയും. അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിൽ ജീനുകളെ മുറിച്ചു മാറ്റാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്, അല്ല ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, മറ്റൊരു പേരെന്നോട് പറയാം, ജനിതക കത്രിക ചോദിച്ചിട്ടുള്ളതാണ്. ജനിതക കത്രിക എന്നും പറയപ്പെടുന്നുണ്ട്. ആരെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇനി ഇങ്ങനെ മുറിച്ചു മാറ്റിയ ജീനുകളെ എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കാൻ പറ്റും നമുക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ജീനുകളെ വിളക്കി ചേർക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. അതിനുപയോഗിക്കുന്ന എൻസൈംസ് ആണെന്ത്? ലിഗേസ് എന്ന് പറയുന്നു. ലിഗേസ് എന്ന് പറയുന്നു. ലിഗേസ്, LIGASE, ലിഗേസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീനുകളെ മുറിച്ചു മാറ്റുന്നവരാരാണ്? കത്രിക ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് അല്ലേ. ആ മുറിച്ചു മാറ്റിയതൊക്കെ കൂട്ടിച്ചേർക്കുന്ന ആരാണ്? ലിഗേസ് എന്ന് പറയുന്ന ലിഗമെൻറ്റ്, ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ആണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് വേറൊരു പേരുണ്ട്, കത്രികയെന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറയുമെങ്കിൽ ലിഗേസിന് വേറൊരു പേര് പറഞ്ഞുകൂടെ? എന്താ പേരിൻ്റെ പേര്? ജനിതക പശയെന്ന് പറയുന്നുണ്ട്. ജനിതക പശയാണ് ലിഗേസ്. ഒട്ടിക്കുന്നവരാണ് ലിഗേസ്, പശയാണ് ലിഗേസ്. മറക്കില്ലല്ലോ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ജനിതക കത്രികയാണ്, ജനിതക പശ ആരാണ്? ലിഗേസ് എന്നും ആണ്, ലിഗേസ് എന്നും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ആദ്യമായി ജീനിനെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണെന്ന്? ഹർഗോവിന്ദ് ഖൊരാനെ. അദ്ദേഹം തന്നെയാണ് സൂപ്പർ ബഗുകളെ ഉണ്ടാക്കിയത്. ആദ്യമായി ജീനിനെ വികസിപ്പിച്ചെടുത്ത സയൻറ്റിസ്റ്റ് ആരാണ്? ഹർഗോവിന്ദ് ഖൊരാനെയാണ്. അപ്പോൾ അങ്ങനെ സൂപ്പർ ബഗുകൾ വികസിപ്പിച്ചെടുത്തില്ലേ, ജനിതക എഞ്ചിനീയറിംഗ് വികസിപ്പിച്ചെടുത്തു. അവ എന്ത് ചെയ്തു? ശരിക്കും ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയും ചോദിച്ചെന്തിനാണെന്നറിയോ? അതായത് നമ്മുടെ കടലിലല്ലേ ഈ കപ്പലുകളൊക്കെ ഒഴുകി പോകുമ്പോൾ കുറേ നേരം നങ്കൂരം ഇട്ട് കിടക്കുമ്പോൾ കപ്പലുകളിൽ എണ്ണ ലീക്കാവുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എന്താണ് നമ്മുടെ കടലിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും, എണ്ണ പൊങ്ങിക്കിടക്കുമല്ലോ, അതുപോലെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആരാണ്? നമ്മുടെ ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും അല്ലെങ്കിൽ പായന് വളരാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ പ്ലവകങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല, ചെറിയ ചെടികൾ. അതുപോലെ പക്ഷികളുടെ കാലൊക്കെ ഇരുന്നിട്ട് അവർക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അപ്പോൾ സംഭവം കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? അവരെ ഒഴിവാക്കുക അല്ലേ. അപ്പോൾ കടലിലെ ആ എണ്ണ നീക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുക? സൂപ്പർ ബഗുകൾ എന്ന് പറയുന്ന എണ്ണ കുടിക്കുന്ന ബാക്ടീരിയകളെ നിർമ്മിച്ചത്. പക്ഷേങ്കിൽ നിർമ്മിച്ചു അല്ലേ, സംഭവം ശരിയാണ്, നിർമ്മിച്ചു. ബാക്ടീരിയ കൊണ്ട് സൂപ്പർ ബഗുകളെ അഴിച്ചു വിട്ട് എന്താണ് അവിടേക്ക് ഇറക്കി വിട്ടാൽ അവർ കടലിൻ്റെ മുകൾ ഭാഗം ക്ലീനാക്കി തരും. പക്ഷേങ്കിൽ ഇവരെ ഒരു എണ്ണഖനിയിലേക്ക് അബദ്ധവശാൽ നമ്മുടെ ഇപ്പോൾ നിപ്പ പോലെ സംഭവം ഇല്ലേ, എന്താ പറയുക, വാക്സിൻ എടുത്തില്ല, അതുപോലെ സംഭവം ജപ്പാനിൽ നിൽക്കുക വന്നതല്ലേ സംഭവം പോട്ടെ. അപ്പോൾ അതുപോലെ ഈ സൂപ്പർ ബഗുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എണ്ണഖനികളിൽ എപ്പോഴെങ്കിലും ഇവർ ചെന്ന് പെട്ടാൽ ആ എണ്ണ മൈൻ ഇല്ലേ, അത് മുഴുവൻ നശിച്ചു പോവില്ലേ. അപ്പോൾ അതൊരു പോരായ്മ കൂടിയായിരുന്നു ഇത്.
നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പോരായ്മയും കൂടെ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യമായി ജീനിനെ വികസിപ്പിച്ചെടുത്ത രചനയായിരുന്നു ഹർഗോവിന്ദ് ഖൊറാനയാണ്. അദ്ദേഹം സൂപ്പർ ബഗുകളെ കണ്ടുപിടിച്ചെന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താ മറ്റൊരു സംഭവം ഉള്ളത്? ജീൻ എന്ന പദം, ജീൻ അല്ലേ, ജീൻ നമുക്കറിയാം നമ്മുടെ ക്രോമസോമുകളിൽ, ന്യൂക്ലിയസിൽ, നമ്മുടെ സെല്ല് കോശങ്ങളിൽ ക്രോമസോം ന്യൂക്ലിയസ് ഉണ്ട്. അത് എല്ലാ കോശങ്ങളും ന്യൂക്ലിയസ് ഉണ്ട്. നടുക്ക് അവിടെ ഉണ്ട് ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിൽ എന്ത് ജീനുണ്ട്. ഈ ജീൻ നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്ന എപ്പോഴും. അപ്പോൾ ഈ ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജൊഹാൻസനാണ്. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റ് ആണെന്ത്? ജൊഹാൻസൻ എന്ന് പറയുന്ന അദ്ദേഹം. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റാണ് ജൊഹാൻസൻ. അപ്പോൾ ഇത്ര ഒന്നുകൂടി നോക്കിയാലും ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണെന്ത്? സൂപ്പർ ബഗുകൾ എന്നിവ. ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ആരായിരുന്നു? പോൾ ബർഗ്. ആദ്യമായി വേർതിരിച്ച ജീൻ ഏതാണ്? ലാഗ് ജീൻ. അത് എസ്തെരിഷ്യ കോളി എന്നാണ് തിരിച്ചേക്കുന്നത്. ഇനി നമ്മുടെ ജീൻ മുറിക്കുന്നത്, ജീൻ കത്രിക ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ്. ജനിതക പശ ഒട്ടിച്ചേർക്കുന്ന ആരാണ്? ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആദ്യമായി ജീനെ വികസിപ്പിച്ചെടുത്ത സയൻറ്റിസ്റ്റ് ആരാണ്? ഹർഗോവിന്ദ് ഖൊറാന. അദ്ദേഹമാണ് സൂപ്പർ ബഗുകളെ നിർമ്മിച്ചത്. അതുപോലെ ജീൻ എന്ന പദം ആദ്യമായി, ജീൻ എന്ന പദം അത് പ്രത്യേകിച്ചുള്ളതാണ്. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ജൊഹാൻസൺ. ഓക്കെ, ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആ ഒരു സയൻറ്റിസ്റ്റാണ് ജൊഹാൻസൺ അല്ലേ. ജാജ വെച്ച് പഠിക്കുക, ജൊഹാൻസൺ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? 1 ക്ഷയം, 2 ടൈഫോയിഡ്, 3 ചിക്കൻ പോക്സ്, 4 എലിപ്പനി. ഓപ്ഷൻസ് വരുമ്പോൾ ഏതൊക്കെ ശരിയാവും നോക്കാം അല്ലേ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. ഉത്തരം ഏതായിരിക്കും വരിക? ഉത്തരം നമുക്കവിടെ എന്തെത്താം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരം അല്ലേ. ഒന്നാമത്തതും മൂന്നാമത്തതും നമുക്ക് ഉത്തരം വരാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാവാം? ക്ഷയം പകരാം, ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. ഒന്നാമത്തതും മൂന്നാമത്തതും ആയതുകൊണ്ട് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഇവിടെ നമുക്ക് ഏതൊക്കെ പറയാം? 1 ക്ഷയം, ചിക്കൻ ബോക്സ് ഒന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മറ്റേതൊക്കെ പറയാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ പറയാം? ക്ഷയം, മറ്റൊന്ന് വസൂരി അല്ലേ. ക്ഷയം, വസൂരി അറിയാം. ചിക്കൻ പോക്സ് അല്ലേ, ചിക്കൻ പോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ് രോഗങ്ങൾ, ഇൻഫ്ലുവൻസ, സാർസ് രോഗങ്ങൾ. ദെൻ ഇപ്പോൾ പരക്കെ കാണാൻ പോകുന്ന ഏതാണ്? ജലദോഷം അല്ലേ. ഇലദോഷമല്ല, ജലദോഷം, മുണ്ടിനീര്, ഓക്കെ, ഡിഫ്തീരിയ, വില്ലൻ ചുമ. അതായത് ക്ഷയരോഗം, വസൂരി, ചിക്കൻ പോക്സ്, ആന്ത്രാക്സ്, അഞ്ചാമ്പനി. ഓക്കെ, രണ്ടും ആ തന്നെയാണ്. അഞ്ചാമ്പനിയും ആന്ത്രാക്സും ഉണ്ട്. ആയുണ്ട്. ആന്ത്രാക്സ്, അഞ്ചാമ്പനി. ദെൻ ഇൻഫ്ലുവൻസ രോഗം, ഇൻഫ്ലുവൻസ എന്ന് പറയും. സാർസ് രോഗം, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, പിന്നെ വില്ലൻ ചുമ ഒക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളില്ല. നമുക്കിങ്ങനെ തന്നെ ഒരു മാതൃക പോലെ ചോദിക്കാറുണ്ട് എപ്പോഴും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെലക്ട് എഴുതാൻ പറ്റണം. ഒന്നുകൂടി ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, ആന്ത്രാക്സ്, അഞ്ചാമ്പനി, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ജലത്തിലൂടെ പകരുന്ന എന്തൊക്കെയായിരിക്കണം നോക്കാം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് പ്രധാനമായിട്ട് അറിയാൻ പറ്റുന്നതുണ്ട്. കോളറ അല്ലേ, വിബ്രിയോ കോളറ ഉണ്ടാക്കുന്ന കോളറ, ടൈഫോയിഡ്, ദെൻ എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്. നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടുമേ. ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ വയറുകടി, ദെൻ പോളിയോ മൈലൈറ്റിസ്. ഓർത്താൽ മതി, അത് കിട്ടത്തില്ല. തെറ്റുന്നതാണ്. പോളിയോ മൈലൈറ്റിസ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ,
ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പിന്നെ പോളിയോ മൈലൈറ്റിസ്. ഓക്കെ, ഇത് കൊതുക് വഴിയും ഷഡ്പഥങ്ങൾ വഴിയും പകരുന്ന രോഗങ്ങൾ നമുക്ക് വേറെ ദിവസം എടുക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് രണ്ടെണ്ണം നോക്കുക, ജലത്തിലൂടെയും വായുവിലൂടെയും നോക്കുക. ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏതൊക്കെയാണ്? ഗൊണോറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഗൊണോറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഗൊണോറിയ, സിഫിലിസ്, എയ്ഡ്സ്, ഇത് മൂന്നും അതിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടി. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ചർവണകം, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം. ഉത്തരം ഏതാണ്? കോമ്പല്ലാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുക. അല്ലേ, നമ്മുടെ പുലിയുടെയും അതുപോലെ അല്ലേ പുലി സിംഹത്തിൻ്റെയൊക്കെ കോമ്പല്ലിങ്ങനെ തേറ്റ പോലെ, പട്ടിയുടെ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഉന്തിയിരിക്കും കോമ്പല്ല്. കടിച്ചു കീറാൻ വേണ്ടി ഒരു ആഹാരം കഴിക്കുന്ന അങ്ങനല്ലേ, ഒരു കുടിക്കുകയൊന്നുമല്ലല്ലോ, കടിച്ചു കീറുക. അപ്പോൾ അതുപോലെ ഓർത്താൽ മതി. കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് കോമ്പല്ലാണ്, കൂർത്തിരിക്കുന്ന പല്ല്. കോമ്പല്ലാണ് കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.